ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കമൻസ് കേൾക്കാം. കുറച്ചല്ല, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കമൻറ്റുകൾ അങ്ങോട്ടേക്ക് വായിച്ചിട്ട് എനിക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ നാളായില്ലേ കമൻസ് ഒക്കെ വായിച്ചിട്ട്. അപ്പോൾ പേജ് ഇഷ്യൂ വന്നിട്ട് ഇപ്പോൾ 17 ഡേയ്സ് ആയി. ഇതുവരെ ആയിട്ട് മാറിയില്ല. എത്ര ഡേയ്സ് എടുക്കും വീഡിയോ ആരോ റിപ്പോർട്ട് അടിച്ച് അങ്ങനെ ഇഷ്യൂ ആയതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പേജ് ഇഷ്യൂ വന്നിട്ട് 17 ഡേയ്സ് ഒക്കെ ഒരു ഡേയ്സ് ആണോ? ഫേസ്ബുക്കിനെ വെച്ച് നോക്കിയാൽ 70 ഡേയ്സ് ഒന്നും ഒരു ഡേയ്സേ അല്ല കേട്ടോ. നമുക്ക് ഏറ്റവും കുറഞ്ഞത് എങ്ങനെയാന്ന് പറഞ്ഞാലും നമ്മുടെ പ്രോബ്ലം ഒന്നും അല്ല, ബൈ മിസ്റ്റേക്കിൽ ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നോക്കിയിട്ട് അയ്യോ ബൈ മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ, അതായത് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നിന്ന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ അവരിത് മാറ്റി തരും. ബൈ മിസ്റ്റേക്കിൽ വന്നാണ് നിങ്ങളുടെ പേജ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശരിയാക്കി തരും. അല്ല, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരാൾ റിപ്പോർട്ട് അടിച്ചതെന്നാണ്. റിപ്പോർട്ട് അടിച്ചതെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ വീഡിയോ വല്ലതും എടുത്തിട്ടാണോ, അല്ലെ അവരെ എന്തെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് റിപ്പോർട്ട് അടിച്ചതെന്നുള്ള കാര്യം പറയുന്നില്ല. അല്ലെങ്കിൽ വല്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നമ്മൾ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വല്ല വീഡിയോ ഇട്ടിട്ടാണ് എന്തൊക്കെ ആണോ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിനകത്ത് പറയുന്നില്ല. ഒരാൾ റിപ്പോർട്ട് അടിച്ചെന്നും പറഞ്ഞ ഉടനെ നമ്മുടെ പേജ് ചിലപ്പോൾ പോകാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. കാരണം അവർ ഫേസ്ബുക്ക് എന്തായാലും ചെക്ക് ചെയ്യും. ഈ റിപ്പോർട്ട് അടിച്ചതിനുള്ള റീസൺ എന്താണെന്ന് നോക്കും. അത് നോക്കിയിട്ട് നമുക്ക് റിവ്യൂവും തരും. ആ റിപ്പോർട്ട് അടിച്ച ആൾക്ക് റിവ്യൂ കൊടുക്കും. നിങ്ങൾ റോങ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് റിവ്യൂ കൊടുക്കും. നമ്മുടെ പേജിന് പ്രോബ്ലം എത്തില്ല. അല്ല, റിപ്പോർട്ട് അടിച്ചതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മുടെ പേജിന് പ്രോബ്ലം വരുന്നത്. ഏറ്റവും കുറഞ്ഞത് എങ്ങനെ പ്രോബ്ലം വന്നാലും 90 ഡേയ്സ് ഫേസ്ബുക്കിന്റെ ഭാഗത്ത് നല്ലത് എന്ത് പ്രോബ്ലം ആണെങ്കിലും 3 മാസം ഏറ്റവും കുറഞ്ഞെടുക്കും നമ്മുടെ പേജിന് കേട്ടോ, ആ ഇഷ്യൂസ് ഒക്കെ മാറാനായിട്ട്. ഒന്നുകിൽ ഈ റിപ്പോർട്ട് അടിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ വീഡിയോ നമ്മൾ എടുത്തതുകൊണ്ട് അവരെ മെൻഷൻ ചെയ്തതുകൊണ്ടും ആവശ്യമില്ലാതെ അവരെ ആ വീഡിയോയിലേക്ക് വലിച്ചഴച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെ റിപ്പോർട്ട് അടിച്ചതിന് ശരിക്കും നമ്മുടെ പേജിന്റെ പ്രോബ്ലം ആണ് അത് കേട്ടോ. സ്ട്രൈക്ക് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല, എപ്പോഴും ഒരു റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത് പോലല്ല. റീയൂസ്ഡ് കണ്ടന്റ് വരിക എന്ന് പറഞ്ഞാൽ ആര് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പേജിന് വരുന്നതല്ല റീയൂസ്ഡ് കണ്ടന്റ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോയിൽ പറയുന്ന പോലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഒരു കോഡ് ജനറേറ്റ് ചെയ്യും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. പിന്നെ വേറെ ആരെങ്കിലും സെയിം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ആ വീഡിയോ വരുന്നത്. അപ്പോൾ അത് ഫേസ്ബുക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് ഫേസ്ബുക്ക് നമുക്ക് തരുന്നതാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത്. അത് ഒരിക്കലും എന്റെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ ഒരാളെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ വരുന്ന അല്ല റീയൂസ്ഡ് കണ്ടന്റ്. അത് ഫേസ്ബുക്ക് തന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ. ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ പേജിന് ഇഷ്യൂ വരുവാണെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ്, ജെന്യുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ് അവർ കൊടുത്തെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള സ്ട്രൈക്കാണ് അവർ തന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിന് ശരിക്കും ഇഷ്യൂ തന്നെ. അതിന് കുറച്ച് സമയം എടുക്കും എന്തായാലും മാറി കിട്ടാൻ കേട്ടോ. അടുത്തായിട്ട് ശ്രീരേഖ വിഷ്ണു എന്ന് പറയുന്ന ഐഡിയിൽ ചോദിക്കുക, എനിക്ക് 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. ഇതിൽ 2ലും ഒരേ റീൽസ് ഇടാമോ? ഒന്ന് പേജ് ആക്കാൻ തുടങ്ങിയതാണ്, പക്ഷെ പേജ് കാണിക്കുന്നില്ല. 1800 ഫോളോവേഴ്സ് ഉണ്ട്. പ്ലീസ് റിപ്ലൈ. 2ലും ഒരു വീഡിയോ ഇടാൻ പറ്റില്ല. ഒരു വീഡിയോ ഏതെങ്കിലും ഈ വീഡിയോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പേജിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് ആക്കുന്ന കാര്യമായിരിക്കും പറഞ്ഞത്. 2 ആക്കിയില്ല. അതായത് പേജും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് നമ്മൾ പേജ് ആക്കി മാറ്റിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ പറയുന്ന പേജ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റേ ബിസിനസ് സ്യൂട്ടിൽ കാണിക്കുന്നില്ല എന്നായിരിക്കും. അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയാൽ അത് മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ കാണിക്കത്തില്ല. ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേറ്റ്സ് വരില്ല. നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ, അതായത് റിയൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് മറ്റേ ബിസിനസ് സ്യൂട്ടിൽ കാണിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി മാറ്റിയാൽ അതൊരിക്കലും നമ്മുടെ മറ്റേ ബിസിനസ് സ്യൂട്ടിൽ കാണിക്കത്തില്ല. ഇതുവരെയുള്ള അപ്ഡേറ്റ്സിൽ നാളെ വരുമോന്ന് അറിയില്ല. ഒരു പക്ഷേ നാളെ വരുമായിരിക്കും. കാരണം ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി ക്രിയേറ്റേഴ്സ് പുതിയതായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അവരുടെ അക്കൗണ്ട് പേജാക്കി മാറ്റുമ്പോൾ വന്നേക്കുന്ന ക്രിയേറ്റേഴ്സ് ആണ് ഒരു 50% ഇപ്പോൾ ഉള്ള ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സിന്റെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ അപ്ഡേറ്റ്സ് വന്നിട്ട് മറ്റേ ബിസിനസ് സ്യൂട്ടിൽ നമ്മുടെ അക്കൗണ്ടും കൂടെ കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു അപ്ഡേറ്റ്സ് ഇല്ല. നമ്മുടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ നമ്മുടെ അക്കൗണ്ട് കാണിക്കത്തില്ല. അടുത്തത് ഫേസ്ബുക്ക് ഫിനാൻസ് ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ മാറ്റാം, അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? ഒരുപാട് യൂട്യൂബ് വീഡിയോ കണ്ട ആരും കറക്റ്റായി ചെയ്തിട്ടില്ല. എനിക്ക് ഒരു വട്ടം $48 കിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ എല്ലാ മാസവും $200 കിട്ടുന്നുണ്ട്. പക്ഷെ ബാങ്ക് ട്രാൻസ്ഫർ ഫെയിലാണ് പ്രശ്നം. നോക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാറി കിടക്കുകയാണ്. ഈ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാൻ അപ്പീൽ കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് മാറുന്നില്ല. ഡേറ്റ് ഓഫ് ബർത്ത് മാറുന്നത് എങ്ങനെയെന്നൊരു വീഡിയോ ചെയ്യൂ. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം കേട്ടോ.
അതിനുള്ള വീഡിയോ ചെയ്യാമേ. അടുത്ത വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഭയങ്കര ഈസി ആണല്ലോ അത് മാറ്റാൻ. ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റണം. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രൂഫ് ഏതാണോ അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചിലപ്പോൾ നമ്മുടെ റിയൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ മാറിയായിരിക്കും കിടക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രൂഫ് ഏതാണോ നമ്മൾ കൊടുക്കുന്നത്, അതായത് നമ്മൾ നമ്മുടെ ഇലക്ഷൻ ID കാർഡ് അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു ഡോക്യുമെന്റ് കൊടുക്കണമല്ലോ. ഇപ്പോൾ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നമ്മുടെ ID കാർഡോ പിന്നെ നമ്മുടെ പാൻ കാർഡ് മസ്റ്റായിട്ട് കൊടുക്കണം. ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അടുത്തായിട്ട് മാഡം പാട്ടുകൾ ഇടാൻ ഏത് ടൈപ്പ് പാട്ടുകൾ ഇടാൻ എന്ന് പറഞ്ഞു തരുമോ, എങ്ങനെ നോക്കുമെന്ന്? ഏത് ടൈപ്പ് പാട്ടിടുമെന്ന് പറഞ്ഞാൽ റീൽസിനൊക്കെ ആണെങ്കിൽ മിക്കവാറും കോപ്പിറൈറ്റ് ഒരു 90% വരത്തില്ല. നമ്മളൊരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് ഒക്കെ എടുക്കുന്ന വീഡിയോസിനാണെങ്കിൽ പാട്ടെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫിലിം സോങ്സ് ആയിരിക്കും, അതിനെല്ലാം കോപ്പിറൈറ്റ് ഉണ്ട്. അതിൻ്റെ ഈ റീൽസിന് ചിലവർ നമുക്ക് അലോ ചെയ്യുന്നുണ്ട്. നമുക്ക് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരത്തില്ല. അല്ലാതെ ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഈവൻ ഷോർട്ട് വീഡിയോ 15 സെക്കൻഡിലുള്ള വീഡിയോ നിങ്ങൾ ലോങ് വീഡിയോ ആണ് എന്നുള്ള രീതിയിലാണ് ഇടുന്നത്. അത് പോസ്റ്റ് നൗ എന്ന് പറയുന്ന അല്ല റീൽസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് റീല് ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ക്രിയേറ്റ് റീലിൽ അത് ക്രിയേറ്റ് പോസ്റ്റിനകത്ത് കൊടുത്താലും നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. റീൽസ് അല്ലാത്ത ഏതിനകത്ത് ഫിലിം സോങ്സ് ഇട്ടാലും കോപ്പിറൈറ്റ് 99% വരാൻ സാധ്യതയുണ്ട്. അപ്പം ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ കോപ്പിറൈറ്റ് ഒന്ന് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്തിട്ട് കുറേ ദിവസം കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഈ വീഡിയോക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതേസമയം നമ്മൾ ഫേസ്ബുക്കും മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ നമുക്ക് സ്പോട്ടിലേക്ക് കിട്ടും. അതിനകത്ത് കാണിക്കും നിങ്ങളുടെ വീഡിയോയിൽ കോപ്പിറൈറ്റഡ് കണ്ടന്റ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം, നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നോൺ കോപ്പിറൈറ്റഡ് വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്, ഫേസ്ബുക്ക് വഴി നമുക്ക് എടുക്കാൻ പറ്റും. ഫേസ്ബുക്കിന്റെ ഗാലറിയിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അതിന്റെ മ്യൂസിക് കളക്റ്റഡ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ്. എനിക്കൊന്ന് 1 വർഷമൊക്കെ ആയി കാണും, ആയി കാണും. കുറേ നാളുകൾക്ക് മുന്നേ ഞാനിങ്ങനെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അതിനകത്ത്. അടുത്തായിട്ട് ചേച്ചി ഒരു ഡൗട്ട് ഉണ്ട്, നമ്മുടെ ശ്രീകുട്ടിയാണ് ചോദിക്കുന്നത്. ചേച്ചി ഒരു ഡൗട്ട് ഉണ്ട്, എൻ്റെ FBയിൽ റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മോണിറ്റൈസേഷൻ ഓപ്ഷൻ കാണിക്കുന്നില്ല, സ്റ്റാർ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ലാപ്പിൽ നോക്കുമ്പോൾ മെറ്റ എടുത്ത് കണ്ടന്റിലെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഒന്നും വിഷമിക്കേണ്ട ശ്രീകുട്ടി. ഇതെല്ലാം അതൊന്നും ഇനി ഓപ്ഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ആർക്കും ഇല്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് വന്നേക്കുന്നുണ്ട്. നിങ്ങൾ മോണിറ്റൈസ് ആയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേജ് മോണിറ്റൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടന്റ് മോണിറ്റൈസേഷനിലേക്ക് പോയിക്കോളും. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിനെല്ലാം മോണിറ്റൈസേഷൻ ഓൺ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ പേടിക്കൊന്നുമില്ല, അതെല്ലാം മോണിറ്റൈസേഷൻ ഓണായി വരും ഓട്ടോമാറ്റിക് ആയിട്ട്. പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ഓണായി കിടക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ ഗുഡ്. ബാക്കിയൊക്കെ നോക്കാം കേട്ടോ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഓൺ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അപ്ഡേറ്റ് സെറ്റപ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴും പേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് സമയത്ത് മോണിറ്റൈസേഷൻ നമുക്ക് ഓണായി വരുന്നതൊന്നും അറിയത്തില്ല. കാരണം ഇതിന്റെ ഒന്നും നമുക്കൊരു മെയിലോ ഒരു അപ്ഡേഷനോ നമുക്കൊരു നോട്ടിഫിക്കേഷനോ കിട്ടുന്നതായിരിക്കത്തില്ല. ഫേസ്ബുക്കിൽ നമ്മൾ മെറ്റാ ബിസിനസ് സ്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കി എപ്പോഴും നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. അടുത്ത കോപ്പിറൈറ്റ് ഇല്ലാത്ത പാട്ടുകൾ മൊബൈൽ വഴി എങ്ങനെ അറിയാമെന്നൊന്ന് പറഞ്ഞു തരുമോ? മൊബൈൽ വഴി അതാണ് ഇപ്പൊ പറഞ്ഞ മൊബൈൽ വഴി നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എപ്പോഴെങ്കിലും കോപ്പിറൈറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് മെയിലൊക്കെ വരുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ വഴിയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഓക്കെ. അടുത്തത് എൻ്റെ പേജിൽ ഇൻസ്ട്രീം ആഡ്സ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ബട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ലേൺ മോർ ആണ് കാണിക്കുന്നത്. എല്ലാവരും ഇത് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് വന്ന സെറ്റപ്പ് ആയിരിക്കത്തില്ല. നിങ്ങളുടെ പേജ് നന്നായിട്ട് റീച്ച് ചെയ്യുന്ന പേജാണോ, നിങ്ങളുടെ പേജിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ അത് റിയൽ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ അത് എന്താ പറയുന്നത് വല്ല ഗ്ലിച്ചായിട്ട് വന്നിട്ട് സെറ്റപ്പ് വരുന്നതായിരിക്കും. ഒത്തിരി പേർക്ക് ഇതേ സെയിം സാധനം എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ, ഇഷ്യൂ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ പേജ് മീൻസ് അവരുടെ ലിങ്ക് മേടിച്ച് നോക്കുമ്പോൾ തീരെ തീരെ ഫോളോവേഴ്സ് ഇല്ലാത്തവരായിരിക്കും. 1000 ഫോളോവേഴ്സ് പോലും തികയാത്തവർക്കാണ് ഈ സെറ്റപ്പ് വന്നെന്ന് പറഞ്ഞത്. അതൊക്കെ വല്ല ഗ്ലിച്ച് ആയിരിക്കും. എന്തായാലും 1000 ഫോളോവേഴ്സ് വന്നവർക്ക് സെറ്റപ്പ് വരാനുള്ള ഒരു സാധ്യതയും ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫോളോവേഴ്സ് ഒക്കെ എത്രയാണ് അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തതായിട്ട് എനിക്കൊരു യൂട്യൂബ് ഫിഷിംഗ് മച്ചാനാണ് ചോദിക്കുന്നത്.
എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിന്റെ പേരിൽ ഫേസ്ബുക്കിനകത്ത് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഫോളോവേഴ്സിനെ കിട്ടുമോ? എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞാലും ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത ഉടനെ ആ ഫോളോവേഴ്സ് എല്ലാം ഇങ്ങോട്ട് കിട്ടത്തില്ല. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് പ്ലാറ്റ്ഫോമാണ്. ഫേസ്ബുക്ക് വേറൊരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് വേറൊരു പ്ലാറ്റ്ഫോം. യൂട്യൂബിൽ നമുക്ക് ചിലപ്പോൾ ഇനി മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് നമ്മൾ തുടങ്ങിയ ഉടനെ അതിനകത്ത് വരണമെന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ ഇടാം. വീഡിയോ ഇട്ടിട്ട് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്ക് ഉള്ളവരൊക്കെ ജസ്റ്റ് വന്ന് എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തും അപ്ഡേറ്റ്സ് കിട്ടും. പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അതിനകത്ത് വരും. ഇതിനകത്ത് എല്ലാ വീഡിയോയും ഇടത്തില്ല എന്നൊക്കെ ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് ഇടാത്ത അപ്ഡേറ്റ്സ് അതിനകത്ത് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് ആളിനെ കിട്ടും. അല്ലാതെ ഇത് പേജ് ക്രിയേറ്റ് ചെയ്ത ഉടനെ ഇവരെല്ലാം നമുക്ക് അവിടെ കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിട്ട് നമുക്ക് അതിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നമ്മുടെ പേജിന്റെ ലിങ്കോ ഒക്കെ അങ്ങോട്ടേക്ക് ഇടാം. ഈ വീഡിയോസ് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആ ഫോളോവേഴ്സ് ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്ന് നമ്മുടെ പേജ് ഫോളോ ചെയ്യാം. അല്ലാതെ ഇതിനകത്തിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെല്ലാം നമുക്ക് അങ്ങോട്ട് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അങ്ങനെ ഒരു സപ്പോർട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കും യൂട്യൂബും ചെയ്യത്തില്ല. അടുത്തായിട്ട് പൊന്നുറിനി എൻ്റെ ഹസ്ബൻഡിന്റെ FB യിൽ വെറുതെ വീഡിയോ കണ്ടപ്പോഴാണ് കണ്ടത്. ഒരാളെ എൻ്റെ ചാനൽ വീഡിയോ ഒന്നല്ല പല വീഡിയോകളും മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അയാളുടെ ആക്കി ഇട്ടേക്കുന്നത് കണ്ട. ഒന്നല്ല പല വീഡിയോസിലും ലക്ഷക്കണക്കിന് വ്യൂസ് കോപ്പിറൈറ്റ് കൊടുക്കാതിരിക്കുന്ന പണി തീർച്ചയായിട്ടും കൊടുക്കും. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് ഫലം കിട്ടണമല്ലോ. നമ്മൾ എത്ര നേരം ഇരുന്നിട്ട് ഈവൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോലും ഞാൻ എടുക്കുന്ന സമയത്ത് എത്രോടും അതിൻ്റെ പിന്നിൽ കഷ്ടപ്പാടുണ്ടെന്ന് പറയും. ഓരോ വിഷയങ്ങൾ ഞാൻ ഇരുന്ന് പഠിച്ച് ഇതിനു വേണ്ടി നമ്മളൊക്കെ ചെയ്തിട്ട് നമ്മളിതിരുന്ന് എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ടൊക്കെ ഞാൻ 4K എക്സ്പോർട്ട് ചെയ്യാനിടുന്നത്. അതെല്ലാം വീഡിയോയിൽ നിന്ന് എക്സ്പോർട്ട് ഈ വീഡിയോകളെല്ലാം ഇരുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുത്ത് ഇത് അപ്ലോഡ് ചെയ്യാൻ വീണ്ടും കുറേ സമയം എടുക്കണം. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻ റെക്കോർഡുകൾ എല്ലാം എടുക്കണം. ഓരോ വീഡിയോസ് എടുക്കുന്നതിന് അത്രത്തോളം കഷ്ടപ്പാടുണ്ട് അല്ലേ. അപ്പൊ പെട്ടെന്ന് നമ്മുടെ കണ്ടന്റ് എടുത്ത് വേറൊരാൾ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വാർണിംഗ് കൊടുക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാർ നമ്മുടെ വീഡിയോ കൊണ്ടുപോകും കേട്ടോ. ഒരാള് ചോദിച്ചേക്കുന്നത് ഇങ്ങനെ പേജ് ആക്കി മാറ്റിയാലും 5000 മുകളിൽ പോകുന്നില്ല, മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, എന്തുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് ആക്കിയാല് 5000 ഫ്രണ്ട്സേ ഉള്ളൂ. നമ്മുടെ ഫേസ്ബുക്കിന്റെ ലിമിറ്റ് 5000 ആണ് ഫ്രണ്ട്സ്. നമ്മൾ ഫ്രണ്ട്സിനെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലേലും 5000 അക്സെപ്റ്റ് ചെയ്യുന്നു വെച്ചോ, 5000 ഫ്രണ്ട് ലിസ്റ്റ് നമ്മുടെ സ്റ്റോപ്പ് ആവും. പിന്നെ നമുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റില്ല. പക്ഷെ അവർ നമുക്ക് റിക്വസ്റ്റ് തരുമ്പോൾ അത് ഓട്ടോ ഫോളോ ആകുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. അല്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഫോളോ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷെ അതിന്റെ വീഡിയോ കുറേ നാളുകൾക്ക് മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അക്കൗണ്ടിൽ ഫോളോ ഓപ്ഷൻ ഓൺ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അഥവാ നിങ്ങൾ ഇട്ടേക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടിലെ ഫോളോ ഓപ്ഷൻ നമ്മൾ ഇങ്ങനെ പേജ് ആക്കി മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ഓപ്ഷൻ ഓൺ ആകേണ്ടതാണ്. കാരണം നമ്മൾ പേജാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആരാണെങ്കിലും നമുക്ക് ഫേസ്ബുക്ക് ഫ്രണ്ട് ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോ ഫോളോ ആകുവാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോട്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഫോളോവേഴ്സ് മറ്റുള്ളവർ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് തരുന്നവർ ഓട്ടോ ഫോളോ ആകുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഫോളോ ആകുന്നുണ്ട് അതിനകത്ത് കേട്ടോ. അടുത്തത് നമ്മുടെ മനീഷ് പറയുന്നത് എൻ്റെ വീഡിയോ വേറൊരാൾ ഇട്ടു, നല്ല റീച്ച് കിട്ടി, അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അയ്യോടാ എൻ്റെ കഷ്ടമാണ്. എൻ്റെ വീഡിയോ വേറൊരാളിട്ട്. അപ്പൊ മനീഷല്ലേ ആദ്യം ഇട്ടത്. അപ്പൊ മറ്റേ ആള് ഉടനെ ഇട്ടത് കൊണ്ട് എന്തിനാ ഡിലീറ്റ് ചെയ്തത്? നമ്മളല്ലേ അതിന്റെ റൈറ്റ് ഓണർ. ഇപ്പൊ അവനായില്ലേ, ആ ഇട്ട ആളിപ്പോ അതിന്റെ റൈറ്റ് ഓണർ ആയിട്ടുണ്ട് കേട്ടോ. നീ അതിന്റെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിപ്പോ പിന്നെ അവസ്ഥയാണ്. അടുത്തായിട്ട് താങ്ക്സ് റെനി, ഒരു സംശയം. ഡോക്ടർ അനിൽ നായരാണ് ചോദിച്ചേക്കുന്നത്. താങ്ക്സ് റെനി, ഒരു സംശയം. നമ്മുടെ കണ്ടന്റ് മറ്റൊരാൾ എടുത്ത് നിന്ന് ഫേസ്ബുക്കിൽ എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. നമുക്ക് അറിയാൻ ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഒരിക്കലും ഇതുവരെ ഇല്ല. നമുക്ക് ഇനി അതിനുള്ള അപ്ഡേഷനൊക്കെ വരുമായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എൻ്റെ കണ്ടന്റ് അങ്ങനെ ഒരു കോപ്പിറൈറ്റ് ടൂളൊന്നും ഇതുവരെ ഫേസ്ബുക്കിൽ ഇല്ല. യൂട്യൂബിലുണ്ടത്. നമ്മൾ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ സെയിം കണ്ടന്റ് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് ഏതിൻ്റെ ഒരു ചെറിയ പോർഷനെങ്കിലും എടുത്തിട്ടുണ്ടോ നമുക്ക് യൂട്യൂബിൽ അറിയാൻ പറ്റും. പക്ഷെ ഫേസ്ബുക്ക് ഇതുവരെ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് തന്നിട്ടില്ല. ഫ്യൂച്ചറിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഇല്ല കേട്ടോ.
അടുത്തായിട്ട് വീഡിയോയിൽ ഇടയ്ക്ക് പരസ്യം വരുന്നുണ്ട്, പക്ഷേ ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ല. ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, പക്ഷേ ബോണസ്, ഇൻസ്ട്രീം, ആഡ്സ് ഓൺ എല്ലാം ലോക്കാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ടില്ല. നമ്മുടെ യൂട്യൂബ് പോലെ തന്നെ ഫേസ്ബുക്കിനകത്ത് മോണിറ്റൈസേഷൻ ആകാത്തവർക്ക് പോലും വീഡിയോയിൽ ഇപ്പം ആഡ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്ന് കരുതി നമ്മൾ മോണിറ്റൈസ് ആയി എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനകത്ത് വരുന്ന ഏണിങ്സ് വരുന്നുമില്ല. അഥവാ ഏണിങ്സ് വന്നാൽ പോലും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, നമ്മുടെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആഡ് പ്ലേ ആയി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അതിൽ നിന്ന് ഏണിങ്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഞാൻ മോണിറ്റൈസ് ആയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് വലുതായിട്ട് ഇനി വീഡിയോ ഒന്നും ഇട്ടില്ലെങ്കിൽ എനിക്ക് ഏണിങ്സ് കിട്ടും എന്നൊരു ചിന്തയുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ആഡ് പ്ലേ ആകുമ്പോൾ. പക്ഷെ ഒരിക്കലും ഇല്ല. നമ്മൾ സ്ഥിരമായിട്ട് അതിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ ലോക്ക് മാറി ഇനേബിൾ ആയി സെറ്റപ്പ് ഓപ്ഷൻ വന്നിട്ട് അത് നമ്മൾ സെറ്റപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഏണിങ്സ് കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം നോട്ട് ചെയ്തേക്കുക കേട്ടോ. ഇനി കുറേ കമൻറ്റുകളുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ വീഡിയോയുടെ അടിയിൽ ഇട്ടേക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമയം പോലെ ഇതുപോലെ വന്ന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിലീസ്.